ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കണവ തോരനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് കൂന്തൽ എന്നും പറയാറുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റിൽ ഈ കണവ തോരൻ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ? ഈ തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടി 16 കണവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത ശേഷം നല്ലതുപോലെ കഴുകിയെടുക്കണം. ഇതിനുള്ളിലുള്ള അഴുക്കെല്ലാം നീക്കം ചെയ്ത ശേഷം നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വരാം. എടുത്തു വെച്ചിരുന്ന എല്ലാ കണവയും നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം ഈ മൺചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ചേർത്തത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. കണവ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം ചൂടാറാനായിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് തേങ്ങയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകവുമാണ് എടുത്തത്. ഇനി 3 പച്ചമുളകും 1 ടേബിൾ സ്പൂൺ സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഉപയോഗിക്കാം, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അല്പം ചൂടാറിയ ശേഷം കണവ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരയ്ക്കുമ്പോൾ തോരൻ്റെ പരുവത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ഇത് കൂടുതൽ അരഞ്ഞു പോവരുത്. ഇനി ഇത് നല്ലതുപോലെ കൈകൊണ്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം 10 മിനിറ്റ് ഇതൊന്ന് മാറ്റി വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം തോരൻ തയ്യാറാക്കിയെടുക്കാം. ഇനി ഈ തോരൻ തയ്യാറാക്കാനായിട്ട് ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകാണ് ഇപ്പോൾ ചേർത്തത്. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ സവാള ചേർക്കാം. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ സവാളയ്ക്ക് പകരം 2 ചേർക്കാം. 2 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ലതുപോലെ വഴറ്റിയെടുത്ത ശേഷം കണവ ചേർത്ത് കൊടുക്കാം. ഇനി ഈ കണവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ കണവയിൽ ചേർത്തിട്ടുള്ള തേങ്ങയുടെ കൂട്ട് ചെറുതായിട്ടൊന്ന് മൊരിയുന്നത് വരെയും ഇതൊന്ന് ഇളക്കി കൊടുക്കാം. സാധാരണ തോരനുണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ഈ തേങ്ങയുടെ കൂട്ട് ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുമ്പോൾ ഈ കണവ തോരന് നല്ല ടേസ്റ്റായിരിക്കും. ചെറിയ തീയിലിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 10 മിനിറ്റെങ്കിലും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കണവ തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടി അറിയിക്കണം. ഈ റെസിപ്പി ഇഷ്ടമായാൽ ഡെലിഷ്യസ് റെസിപ്പീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.